ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. മഹാഭാരത കഥ. ശ്രീമദ് മഹാഭാരത കഥ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഏകശ്ലോകഭാരതം. ആദോ പാണ്ഡവദാർത്തരാഷ്ട്രജനനം ലാക്ഷാഗൃഹേ ദാഹനം ദ്യോതം ശ്രീഹരണം വനേ വിഹരണം മത്സ്യാലേവർത്തനം ലീലാംഗോഗ്രഹണം രണേ വിഹരണം സന്ധിക്രിയാജൃംഭണം പശ്ചാത് ഭീഷ്മസുയോധനാദിനിധനം ഏതന്മഹാഭാരതം. യുദ്ധത്തിൻ്റെ തുടക്കമാണ്. അധ്യായം 6. പാണ്ഡവ സൈന്യ വ്യൂഹം. കൗരവന്മാരുടെ അതിബൃഹത്തായ ഈ സൈന്യത്തെ കണ്ടപ്പോൾ ധർമ്മപുത്രർ അർജുനനെ വിളിച്ചു പറഞ്ഞു, ഉണ്ണി അർജുന, ഈ വലിയ സൈന്യത്തോട് ചെറിയ സൈന്യം എങ്ങനെയാണ് പോരാടേണ്ടതെന്ന് നിനക്കറിയാമല്ലോ. അതിനു പറ്റിയ വ്യൂഹം സൂചിമുഖമാണ്. ശത്രുക്കളേക്കാൾ കുറവാണല്ലോ നമ്മുടെ സൈന്യം. അതുകൊണ്ട് അർഹമായ വിധത്തിൽ വ്യൂഹം ചമയ്ക്കുക. അർജുനൻ പറഞ്ഞു, വലിയ സൈന്യത്തെ എതിരിടുവാൻ പറ്റിയ തരത്തിലുള്ള വ്യൂഹം ഞാൻ ചമയ്ക്കുന്നുണ്ട്. എതിരാളികൾക്ക് ദുസ്സഹനായ ഭീമസേനൻ വ്യൂഹത്തിൻ്റെ മുമ്പിലുണ്ടാവും. അവനെ കണ്ടാൽ കൗരവന്മാരെല്ലാം ഭയപ്പെട്ട് ഓടിപ്പോകും. യോദ്ധശ്രേഷ്ഠനായ ഭീമനെ നാം നിർഭയം ആശ്രയിക്കണം. അർജുനൻ വ്യൂഹം കെട്ടി പുറപ്പെട്ടപ്പോൾ മുമ്പിൽ ഭീമനും ധൃഷ്ടദ്യുമ്നനും നകുലനും സഹദേവനും നിന്നു. പിന്നിൽ വിരാടരാജാവും പാഞ്ചാലിപുത്രന്മാരും അഭിമന്യുവും പിന്നെ സൈന്യവും മറ്റു നേതാക്കന്മാരും അണിനിരന്നു. പിന്നിൽ ശിഖണ്ഡി അർജുനൻ്റെ രക്ഷയിൽ ഭീഷ്മവധത്തിന് ഒരുങ്ങി നിന്നു. ഇങ്ങനെ മഹാരഥന്മാർ യഥാസ്ഥാനം നിൽക്കുന്ന ആ വലിയ പടയെ പരിശോധിച്ചുകൊണ്ട് യുധിഷ്ഠിരൻ പർവ്വതാകാരമായ തൻ്റെ ആനയുടെ പുറത്ത് കയറി സഞ്ചരിച്ചു. ഇരുമ്പുലക്ക പോലെയുള്ള വലിയ ഗദയെടുത്ത് ആ പടയെ അണിനിരത്തിയ ഭീമനെ കണ്ട് അദ്ദേഹം സന്തോഷിച്ചു. വജ്രം പോലെ ആ വ്യൂഹം നിർഭയവും സർവതോന്മുഖവുമാണ്. അതിമഹത്തായ കൗരവസേനയോട് എതിർക്കുവാൻ പര്യാപ്തമായ എതിർവ്യൂഹം ചമച്ചു നിൽക്കുന്ന ഗാന്ധീവിയെ അദ്ദേഹം അഭിനന്ദിച്ചു. ഓം തത്സത്. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.